നമ്മൾ ഇന്ന് ചിക്കൻ കൊണ്ടിട്ട് ഒരു സൂപ്പർ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറിയുടെ പേരാണ് അമ്മച്ചി ചിക്കൻ. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. നമ്മളിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിനോടൊപ്പം ചേർക്കാം. ഇപ്പം നമ്മൾ 12 വെളുത്തുള്ളി അല്ലിയും 2 കഷ്ണം ചെറിയ ഇഞ്ചിയും 3 പച്ചമുളകും നല്ലപോലെ അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വന്നിരിക്കുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പകുതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്ക് മാറ്റി വെക്കാം. അതിന് തന്നെ നമുക്കിനി ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് മുരിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മുരിങ്ങ കിട്ടിയാൽ മതി. കാരണം ഈ മുരിങ്ങ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഇനി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ 4 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ സവാള ആയിരുന്നു, അതുകൊണ്ടാണ് 4 സവാള. നിങ്ങൾക്ക് വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാളയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ഇത്രയും വഴലുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, അതിന്റെ ബാക്കിയുള്ളത് അത്രയും തട്ടിക്കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പോൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സമയം നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിന്റെയും പച്ചമണം മാറ്റുക. തേങ്ങ ചിരകിയത് എടുത്തിട്ട് അതിന് പാല് പിഴിഞ്ഞായിരുന്നു. അപ്പോൾ 1 കപ്പ് 1-ാം പാലും കിട്ടിയായിരുന്നു, 3/4 കപ്പ് 2-ാം പാലും കിട്ടി. ഈ ഒരു സമയം നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇതിങ്ങനെ കിടന്ന് കുറച്ച് സമയം തിളച്ചോട്ടെ. ഓക്കെ, നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിങ്ങനെ കിടന്ന് കുറച്ച് സമയം തിളക്കട്ടെ. കൂട്ടെല്ലാം നല്ലപോലെ വറ്റി വന്നോട്ടെ. അവിടെ ചൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് തുറന്നു കൊടുക്കാം. നല്ലപോലെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. സമയം നമുക്ക് 1 കപ്പ് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അമ്മച്ചി ചിക്കൻ റെഡി.